കേട്ടോ നല്ല അടിപൊളി പച്ചപ്പ് നോരെ നെൽകൃഷികൾ നോക്കെ നെല്ലെല്ലാം പിടിതട്ട് പുതിയ നെല്ലൊക്കെ വെച്ചിരിക്കുക കേട്ടോ. ഇത് കിളിച്ചൊന്നും വന്നിട്ടില്ല. ഉണ്ടോ ഇവിടെ ഒരു ചേട്ടൻ എന്താ ഒരു ടി വി ബൈക്കിൻ്റെ ബാക്കിൽ വെച്ച് കൊണ്ടുപോകുന്നത്. പൊട്ടത്തില്ലേ ഇത്? ഒരു വലിയ ടി വി ഇതൊക്കെ. ഇതൊരു ചെക്ക് പോസ്റ്റാണ്. നമ്മളൊക്കെ ടി വി ഒക്കെ കൊണ്ടുവരുമ്പോൾ എന്ത് കെയർ ചെയ്താൽ കൊണ്ടുവരുന്നോ? അത് കണ്ടോ ബൈക്കിൻ്റെ ബാക്കിൽ വെച്ച് സിമ്പിളായിട്ട് വിറച്ച് പോകുന്നത്. നമ്മളെ ഭഗവതിപുരത്തോട്ട് പോകുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ റൂട്ട് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ കൊള്ളാം, എന്താ അടിപൊളിയല്ലേ ഇതാ. മൊത്തം നെൽകൃഷിയും ഇവിടെ ഒരു തമിഴ്നാട് വൈബിലുള്ളൊരു ക്ഷേത്രം. തമിഴ്നാട് തന്നെ നമ്മുടെ ആ വെള്ളയും ചുവപ്പും പെയിൻ്റൊക്കെ അടിച്ചിട്ടൊരു ആൽമരം, ഒരു ചെറിയ ക്ഷേത്രം. ഇതാണ് അവിടെ ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ളും ഇത് തന്നെയാണ് കേട്ടോ, നെൽകൃഷിയാണിത്. ഫുള്ളും നെൽകൃഷിയാണ്. അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഒരു ചെറിയ ക്ഷേത്രം. ആടുകളൊക്കെ ഇന്ന് മേയുന്നു. ഇവിടെ ഒരു പട്ടി ഞങ്ങളെ കടിക്കാനായിട്ട് വരുന്നു. ഇത് വലിയ പട്ടി കേട്ടോ, നല്ല പൊക്കമുള്ള പട്ടിയാണത്. നോക്കെ ഞങ്ങൾ പേടിച്ചെന്തായാലും മാറി, അളിയനങ്ങ് പോയി. അവിടെ കുറച്ച് പശുക്കളൊക്കെ ഇന്ന് മേയുന്നുണ്ട്. കൊള്ളാം, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ, നല്ല വൈബുണ്ട്. അങ്ങനെ നമ്മൾ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ, ഞാൻ മുമ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ, അവിടെ ഒന്ന് വീഡിയോ ഒക്കെ ചെയ്തതാണ്. വീണ്ടും ഒന്ന് വരാൻ തോന്നി, അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. വെള്ളം കുറവാണെന്നാണ് പറഞ്ഞത്, എന്നാലും പോയി നോക്കാം എന്തായാലും. അപ്പം ആ പയ്യൻ പറഞ്ഞ വഴി പട്ടികൾ രാജപാളയം പട്ടികളാണ്, അല്ല ഉയരമുള്ള പട്ടികളാണ്. ഇതിലേ ഞാനൊരു തമിഴ്നാട്ടിലെ കുറച്ച് ഗ്രാമങ്ങൾ, അതായത് ഭഗവതിപുരം ഗ്രാമം, അങ്ങനെ കുറച്ച് വീട്ടിൻ്റെ അടുത്തുകൂടെയുള്ള റോഡ് വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നേരെ വാട്ടർ ഫാൾസിലോട്ട് കയറുന്നത്. ഇവിടെ മൊത്തം ഹമ്പാണ് കേട്ടോ. വീടുകളുള്ളത് കൊണ്ടേ ഇതാ ഇവരൊക്കെ കണ്ടോ, ഇത് കാട്ടിൽ നിന്ന് ഒടിച്ചുകൊണ്ടിരുന്ന വിറവാണിത്. ഫുള്ള് ഫോറസ്റ്റ്, ഇതിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ കൊണ്ടിരുന്ന വിറവാണിത്. മൊത്തം പശുക്കളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇവർ കർഷകരാണ്. നെൽകൃഷിയും പശുവും ആടും എല്ലാം ഉള്ളതാണ് ഇവിടെ. ഞാനന്ന് വന്ന് ഒരു മഴ സമയത്ത്, അന്ന് വെള്ളമൊക്കെ ഉള്ള സമയമായിരുന്നു. ഉണ്ടോ, അടിപൊളി സ്ഥലമാണ്. അതുകൊണ്ട് ആ കാണുന്ന ഒരു നായ്, അതായത് പട്ടി, ഇതാണ് രാജപാളയം പട്ടി, ഒറിജിനൽ സാധനം. എൻ്റെ പൊന്നെ, എന്നാ വലിപ്പം അത്, കുതിരയുടെ കണക്കിരിക്കുന്നത്. ആരോഗ്യമില്ലാത്ത കണക്കത്, പക്ഷെ അത് ചാടി വീണ് കഴിഞ്ഞാലേ. അങ്ങനെ നമ്മൾ വാട്ടർ ഫാൾസിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം നമ്മൾ നേരെ പുളിയറ വന്നിട്ട് വേണം തിരിയാൻ കേട്ടോ. ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് നമ്മൾ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയണം. ഇടത്തോട്ട് തിരിഞ്ഞ് കയറി വരുന്നതാണ്. ഒരു കോൺക്രീറ്റ് റോഡാണ്, താറുമുണ്ട് കോൺക്രീറ്റും ഉണ്ട്. ഫുള്ള് മാങ്ങാത്തോട്ടങ്ങളാണ് കേട്ടോ. നല്ല വൈബുള്ള സ്ഥലം, കൊള്ളാം. അതുകൊണ്ട് പഴയ കുറേ വീടുകളൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ ആൾക്കാർ പൊളിയാണ് കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിലെ ആൾക്കാർ പ്രത്യേകം പറയാനൊന്നുമില്ല. നമ്മൾ എന്ത് ചോദിച്ചാലും അവർ വഴിയൊക്കെ കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും. ഇവിടെ ഒരു ചെറിയ ചർച്ചുണ്ട് കേട്ടോ, ഒരു പള്ളി.
ഒരു ക്രിസ്ത്യൻ ചർച്ച്. ലെഫ്റ്റ് തിരിഞ്ഞ് പോകാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് ഇങ്ങോട്ട് അണ്ണാ, ഒരു വാട്ടർഫാൾസ് ഇങ്ങോട്ടല്ലേ? വാട്ടർഫാൾസ്. ആ ആ, താങ്ക് യു അണ്ണേ. വൃക്കപതി വരാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന മരങ്ങളായതല്ല, മുറിച്ച് ഇവിടെ കൊണ്ടിട്ടിരിക്കാൻ തോന്നുന്നു. ഭയങ്കര പൊളി സ്ഥലം കേട്ടോ, അടിപൊളി. മാങ്ങാത്തോട്ടവും ഫോറസ്റ്റാണിത്. ഇത് മാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണ് ഇത്. മാനും കാട്ടുപോത്തും പന്നിയും ഒക്കെ ഉള്ള സ്ഥലമാണിത്. അപ്പോൾ ഫോറസ്റ്റൊക്കെ അങ്ങോട്ട്, അതാണ്ട് ഫുള്ള് ഫോറസ്റ്റാണ്. നമ്മളെ റെയിൽ പാളം അവിടെ കാണുന്നുണ്ട്. കുറച്ച് ഗ്രാമം, അടിപൊളി. തമിഴ്നാട്ടിലെ അടിപൊളി സ്ഥലമാണിത്. ഇത് ഫുള്ള് ഓഫ് റോഡാണ് കേട്ടോ. നമ്മളങ്ങനെ റെയിൽ പാളം എത്തി. ഓഫ് റോഡാണ്, ഫുള്ളും ഓഫ് റോഡ്. കടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹെൽമെറ്റ് ഊരി അടിക്കുന്നു. അതിന് പിന്നെ അത് കടിച്ചിരിക്കും. പിന്നെ എല്ലാം വരും. വാട്ടർഫാൾസിൽ പോണത് ബൈക്ക് ഇവിടെ വെക്കുക. ആ, അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ടൊരു തോട്ടമാണ് കേട്ടോ, മാങ്ങാത്തോട്ടം. 2 എഞ്ചിനാണ് കേട്ടോ, 2 ലോക്കയാണ് ഈ ട്രെയിനിന്. ഒന്ന് ബാക്കിലുണ്ട്, പുഷ് ചെയ്ത് കൊടുക്കും, തെള്ളി കൊടുക്കുന്നതാണ് ബാക്കിൽ. നമ്മൾ കാണുന്നത് ബാക്ക് ഭാഗമാണ് കേട്ടോ. അടിപൊളി, സൂപ്പർ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇതാണ്ട കാടാണ്. ഈ റെയിൽ പാളത്തിനപ്പുറത്ത് ഫുള്ളും കാടാണ്. അപ്പം മൃഗങ്ങളൊക്കെ ഇറങ്ങി വരും കേട്ടോ. അതിന് വെള്ളം കുടിക്കാനും വേണ്ടി ഒരു ചെറിയ ഒരു കുളം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. സംഭവം കണ്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. വരുന്നു, പിള്ളേർ വരുന്നു. വെച്ചോ, അവരുടെ പോവാം പറഞ്ഞ. അതെ, ഭഗവതിപുരം വാട്ടർഫാൾസ് അതാണ് കേട്ടോ. കണ്ടോ, അതാണ് വാട്ടർഫാൾസ്. ഇപ്പോൾ വെള്ളം കുറവാണ്. ഇല്ല. അത് നമ്മളാ ഫോറസ്റ്റ്. ഇതൊരു വണ്ടിയൊക്കെ വരുന്ന വഴിയാണ് കേട്ടോ. വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ വണ്ടികളൊക്കെയാണെന്ന് തോന്നുന്നു. ജീപ്പോ അങ്ങനെയൊക്കെയുള്ള ഇറങ്ങി വരുന്ന വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കുറച്ച് അങ്ങനെ കയറി പോകണം. ഇത് ഫുള്ള് അടിപൊളി സ്ഥലം, കൊള്ളാം, നല്ല രസമുണ്ട്. ആനിമൽസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണിത്. നമ്മളെ ഇങ്ങനെ കയറി പോകണം കേട്ടോ. റിസ്ക് പിടിച്ച വഴിയാണിത്.
ഇതൊരു കൊടും കാടാണല്ലോ. ഇത് കണ്ടോ, അടിപൊളി പൊളി സ്ഥലം. അവന്മാർ അതിൻ്റെ കൂടെ പോയി. കുറച്ചും കൂടെ പോകണം കേട്ടോ. സോറി ഗൈസ്, സോറി, ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകാൻ വേറെ ഒന്നുമല്ല, അത് നമ്മൾ ഫോറസ്റ്റിനകത്തോട്ട് കടന്ന് കയറി ചെല്ലണം. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. എന്നുവെച്ചാൽ അത് ശരിയാകത്തില്ല, അത് ഫോറസ്റ്റിനകത്തോട്ടൊക്കെയാണിത്. ഇവിടെ ഉള്ളവരാണ് അത് അവിടെ കുളിക്കാൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല, നമ്മൾ അവിടെ തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഫോറസ്റ്റാണ് കേട്ടോ, അവരുടെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ആ, ഫോറസ്റ്റിൻ്റെ ജെണ്ടയൊക്കെയാണ് അങ്ങോട്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് ഫോറസ്റ്റിനകത്തോട്ട് കയറുന്നില്ല, നമ്മളെന്തായാലും ഇറങ്ങി പോരുന്നു. കല്ലാണ് കേട്ടോ, ഫുള്ള് കല്ലാണ്. വൈബ് സ്ഥലമാണ് കേട്ടോ. അവിടെയുണ്ട് ജെണ്ട, അങ്ങോട്ടും പൊക്കിവിടാ. അപ്പോൾ നമ്മൾ പോകുന്നത് ഫോറസ്റ്റ് അല്ല അല്ലേ, ഇത് വഴിയാ. ആ ആ, കാണും. ഫുള്ള് തേങ്ങണക്കുള്ള വഴിയാണ് കേട്ടോ. ജീപ്പുകളൊക്കെ കയറി പോകത്തുള്ളൂ, അല്ലാതെ ബൈക്കൊന്നും കയറി പോകത്തില്ല. പിന്നെ ഓഫ് റോഡ് വണ്ടിയൊക്കെ പോകുമായിരിക്കാം, അത് ഇങ്ങോട്ട് വണ്ടിയൊന്നും പോകത്തില്ല. ഇത് പിന്നെ മറ്റേ പ്രൈവറ്റിൻ്റെ ഒരു മറ്റേ തോട്ടങ്ങളൊക്കെ ഉണ്ട് അകത്തോട്ട്, അങ്ങനെ അവരുടെ വണ്ടിയൊക്കെ പോകുമായിരിക്കാം. പിന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ വെള്ളച്ചാട്ടം കിടക്കുന്നിട്ട്, വാട്ടർഫാൾസ് കിടക്കുന്നിടത്ത് നമുക്ക് ഫോറസ്റ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. വെറുതെ എന്തിനാ നമ്മൾ ഫോറസ്റ്റിനകത്തൊക്കെ അതിക്രമിച്ച് കയറുന്നത്, ശരിയുള്ള കാര്യമില്ല. ഇവിടെ ഉള്ളവരൊക്കെ കയറും, നമുക്ക് കയറണ്ട. ചായ കുടിക്കാനായിട്ടൊരു വൈബ് കടയിൽ കയറി കേട്ടോ. പഴയ കാലത്തെ പഴമയുള്ള ഒരു അടിപൊളി കട. വിറകാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, ഗ്യാസൊന്നുമല്ല. നമ്മളവിടെ തന്നെ ഗ്യാസൊന്നുമല്ല, വിറക് അടുപ്പാണ്. കൊള്ളാം, വിറകടുപ്പിലിട്ട അടിപൊളി ചായ കേട്ടോ, സൂപ്പർ ചായ, പൊളി 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 പൊളി, കൊള്ളാം.